അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ ഓപ്ഷണൽ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഓപ്ഷണൽ എ ആണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇതിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ പാഠം അവസാനിപ്പിക്കുകയാണ്. അത്രേ ഇതിൽ പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും. കാര്യപ്പെട്ട വിഷയങ്ങളൊന്നും ഒരു ഉറുദു ഭാഷ പഠിക്കുക എന്നതൊന്നും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ടിയാൻസിലൊക്കെ പരിചയിച്ച ചില കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് പോവാണ്. പേജ് തോന്നുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വളരെ കുറവാണ്, കയമ്പ് കുറവാണ് എന്നർത്ഥം. അപ്പോൾ ആദ്യത്തെ പാഠം നമുക്കുള്ളത് ഖത്തോ കിതാബത്ത് ദഫ്തരി നോട്ട് ദർഖാസ്ത് ഓർ ദഫ്തരി ഖത്ത്. ഖത്തോ കിതാബത്ത് കത്തെഴുത്ത്, അതുപോലെ ദഫ്തരി നോട്ട് ഒഫീഷ്യൽ നോട്ട്, ഇങ്ങനെ ലെറ്റർ പാഡുകളിലൊക്കെ നോട്ട് തയ്യാറാക്കുമല്ലോ അത്. പിന്നെ ദർഖാസ്ത് റിക്വസ്റ്റ് അപേക്ഷ, അതുപോലെ ഒഫീഷ്യൽ കത്തുകൾ, ഒരു അപേക്ഷാ കത്ത് അതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നതാണ് പറയുന്നത്. പിന്നെ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം. हमें शायद ही कोई ऐसा फ़र्द हो जिसने कभी कोई ख़त न लिखा हो. किसी खुशी की खबर पर अपने दोस्त, रिश्तेदार, बुज़ुर्ग, साथी या अपने छोटे रिश्तेदार को मुबारकबाद देकर खुशी का इजहार करते हैं. किसी मौत, नुकसान या नाकामी पर ताज़ियत या अफसोस का ख़त लिखते हैं. किसी बीमार की हालत पूछने के लिए ख़त लिखते हैं. उसे इयादत का ख़त कहते हैं. इयादत के ख़त में जल्द सेहत याब होने की ख्वाहिश और दुआ देती हैं. अपनी खैरियत और अपने ख़ानदान के लोगों या दोस्तों तक पहुंचाने और खैरियत जानने के लिए भी ख़त लिखे जाते हैं. इन सब किस्म के ख़तों में लिखने वाले के जज्बात का इजहार होता है. इस तरह के ख़त निजी ख़त होते हैं. എന്താണ് പ്രൈവറ്റ് ഖത്ത്? നജി ഖത്ത് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഖത്ത്, പ്രൈവറ്റ് കത്തുകൾ. പ്രൈവറ്റ് കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് പരസ്പരം അങ്ങോട്ടും നമ്മുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ വീട്ടുകാർക്കോ മറ്റുള്ള ആർക്കെങ്കിലും സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് രോഗം സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു വല്ല സന്തോഷത്തിൻ്റെയോ സന്താപങ്ങളിലെയോ അവസ്ഥകളിൽ അതിനനുസൃതമായിട്ടുള്ള പല പല കത്തുകളും നമ്മൾ അയക്കാറുണ്ട്. അത്തരത്തിലുള്ള കത്തുകൾ അതിലൊക്കെ നമ്മൾ പരസ്പരം വികാരങ്ങൾ കൈമാറലും പതിവാണ്. ഇത്തരത്തിലുള്ള കത്തുകൾക്കാണ് നജി ഖത്ത് എന്ന് പറയാറുള്ളത്. ഇനി അടുത്തത് കാറോബാരി ഖത്ത്. എന്താണ് കാറോബാരി ഖത്ത് എന്ന് പറഞ്ഞാൽ? ബിസിനസ് ലെറ്റേഴ്സ്. कुछ ताजर सुन्नत या अफराद दूसरे ताजर या सुन्नतकारों से कुछ सामान मंगवाते हैं. जो सामान वसूल होता है उसकी वसूल की इत्तला दी जाती है. सामान देर से पहुंचने या न पहुंचने की शिकायत होती है. इन ख़तों में जज्बात नहीं होते, सिर्फ कारोबारी मुआमलत होते हैं. ये ख़त निजी नहीं होते, कारोबारी होते हैं. അപ്പോൾ ചില കത്തുകൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മറ്റു വല്ല സാധനങ്ങളും അയച്ചു തരാൻ പറഞ്ഞ് അത് എത്തിയതിലുള്ള താങ്ക്സ് ലെറ്ററോ, അല്ലെങ്കിൽ അത് എത്തിയിട്ടില്ല എന്ന പരാതിയോ, അല്ലെങ്കിൽ ഈ സാധനത്തിൽ വല്ല പിഴവുണ്ട് അല്ലെങ്കിൽ മറ്റു വല്ല പ്രശ്നങ്ങളുണ്ട് എന്നറിയിച്ചുകൊണ്ടോ അത്തരത്തിലുള്ള ചില കത്തുകൾ കൈമാറ്റങ്ങൾ നടക്കാറുണ്ട്, സാധാരണയാണല്ലോ. ഇതിൽ നമ്മുടെ വികാരങ്ങൾ കൈമാറലല്ല, ജസ്ബാത്തുകൾ കൈമാറലല്ല, കാര്യം അവതരിപ്പിക്കുക എന്നതാണ്. ഇതിൽ വെറും ബിസിനസ് ആവശ്യങ്ങൾ മാത്രമാണ്. ഇത് നജി ഖത്ത് എന്നുള്ള ഇനത്തിൽ പെടുത്തില്ല. ഇത് കാറോബാരി ഖത്ത് എന്നാണ് ഇതിൽ ഉൾപ്പെടുത്താറുള്ളൂ. ഷിക്കായത്തി ഖത്ത്, ഇതൊന്നും നമ്മൾ പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ഷിക്കായത്ത് എന്ന് പറഞ്ഞാൽ വേവലാതിപ്പെട്ടുകൊണ്ടുള്ള कभी कभी सरकारी महकमे या अफसर के ख़िलाफ़ बड़े अफसर को शिकायत लिखनी होती है. चाहे वो शिकायत इलाके में गंदगी की हो या बहुत देर तक बिजली गायब रहने की हो. ചിലപ്പോൾ KSEBക്കാർ കുറേ നേരം ഫീസ് വലിച്ചിട്ടാൽ നമ്മളെന്ത് ചെയ്യും? AEക്ക്, അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് കത്തെഴുതും. ഇങ്ങനെ ഈ ഏരിയയിൽ എന്തായിട്ടുണ്ട്, ഇടക്കിടക്ക് കറണ്ട് പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഓഫീസേഴ്സിനെ അയക്കുന്ന കത്തുകൾക്കാണ് ഷിക്കായത്ത് ഖത്ത് എന്ന് പറയുന്നത്. അതിൽ താഴെ ഉദാഹരണങ്ങളൊക്കെ നോക്കിയാൽ കാണുന്നതാണ്. താഴെ ചില എന്തുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും മറക്കല്ല.
സമയത്തിൻ്റെ കുറവ് കാരണത്താൽ ഒഴിവാക്കി വിട്ടാണ്. ദഫ്തരി നോട്ട്. दफ्तरी और सरकारी ख़तों किताब के अलावा दफ्तरी काम करने का भी अपना अलग तरीका है. ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഓഫീസ് പണി എന്നത് തന്നെ ഒരു വേറിട്ടൊരു പണി തന്നെയാണ്. ദഫ്തർ കെ സർബറാഹ് കെ തഹത്ത് ബഹുത് സെ ശോബെ ഹോത്തെ ഹെ. ഒരു ഓഫീസിന് കീഴിൽ ധാരാളം വിങ്ങുകൾ പ്രവർത്തിക്കും. ये मुमकिन नहीं कि हर शोबे से आने वाले फ़ाइल का खुद ही बगैर मुताला करे और उस पर गौर व फिक्र के बाद दस्तखत करे. എല്ലാ ഫയലിലും ഇതിൻ്റെ മെയിൻ ഓഫീസർ തന്നെ ഒപ്പ് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഒപ്പ് ഇടുന്ന ഒരു സന്ദർഭം, ഒരു അവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. इसलिए अंग्रेज़ों के ज़माने से ही एक तरीका चला आ रहा है. शोबे का मुतअल्लिका क्लर्क या सीनियर क्लर्क फ़ाइल पर मसले के सिलसिले में एक नोट लिखता है. इस नोट के 3 हिस्से होते हैं. मसला, उसके बारे में तफसीलात, और तीसरा तजवीज़ के उस पर क्या फ़ैसला मुनासिब है. ये नोट हेड क्लर्क, इंचार्ज शोबा वगैरह के दस्तखत होकर सरबराह के पास जाता है. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും പല പരാതികളും ഒരു ഓഫീസിലെത്തുമ്പോൾ എല്ലാതും കൂടെ ഇതിൻ്റെ മെയിൻ ആൾക്ക് വായിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യും, അതിനൊരു ഷോർട്ടാക്കിയിട്ട് ആദ്യം ഒരു സബ്ജക്റ്റ് കൊടുക്കും, പിന്നെ എന്താണ് മാറ്റർ എന്നുള്ളത് കൊടുക്കും. അങ്ങനെ ഒരു നോട്ട് തയ്യാറാക്കാറുണ്ട്. ഓരോ കേസ് ഫയലുകൾ തയ്യാറാക്കാറുണ്ട്. അതിനെയാണ് ദഫ്തരി നോട്ട് എന്ന് പറയുന്നത്. അതിലെന്ത് ചെയ്യും, അതിലെ പ്രധാനികളായ ആൾക്കാർ, ഇൻചാർജായിട്ടുള്ള ആളുകൾ അവർ നേരിട്ട് അതിൽ ഒപ്പിടുകയും ചെയ്യും. പിന്നെ सरबराह के पास जाता है, उसके यकीन के साथ के उसके मातहतों ने जो फूट लिखा है और जो तजवीज़ की है वो ठीक ही होगी, उस पर दस्तखत देता है. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മറ്റുള്ളവർ കുറിച്ചിട്ടുള്ള നോട്ടുകൾക്ക് കീഴിലാണ് ആ കേസ് ഫയലിന് പ്രധാനിയായ ആ ഓഫീസിലെ ഓഫീസർ ഒപ്പിടുന്നത്. उसके दस्तखत हो जाने के बाद फैसला हो गया. ഈ പ്രധാനി, ആ ഓഫീസിലെ പ്രധാനി ഒപ്പിടലോടുകൂടെ, ഉദാഹരണത്തിന് ഒരു റീഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ഇതിൻ്റെ ഓഫീസർമാരെ ഇങ്ങനെ കാണിച്ച് എന്നിട്ട് അവിടെ നിന്നുള്ള ഒരു ഓഫീസർ ഈ കാലിക്കറ്റിൻ്റെ രജിസ്ട്രാർക്ക് വേണ്ടിയിട്ട് ഒരു അപേക്ഷ, ഒരു ഒഫീഷ്യൽ നോട്ട് കൊടുക്കാൻ പറയും. അതിൽ അദ്ദേഹം സൈൻ ചെയ്യലോടുകൂടെ നമ്മുടെ റീഫണ്ടിങ് പാസ്സാവുകയും നമ്മുടെ കാശ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അതാണ് ദഫ്തരി നോട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിനുള്ള ഉദാഹരണങ്ങളും ദഫ്തരി നോട്ടിനുള്ള ഉദാഹരണങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപേക്ഷ, ദർഖാസ്ത്, ഒരു അപേക്ഷ എങ്ങനെയാണ് തയ്യാറാക്കുക. अखबारों में इश्तिहार दिए जाते हैं कि फलां अहदे के लिए इस काबिलियत के कारकुनों की ज़रूरत है. उसमें मुलाजमत की नौइयत, शराइत और तनख्वाह का ज़िक्र होता है. ये इश्तिहार सरकार भी होते हैं और निजी भी. इस जगह मुलाजमत हासिल करने के लिए जो ख़त लिखा जाता है उसे दरख्वास्त कहते हैं. दरख्वास्त का नमूना दर्ज झेल है. अथवा നമ്മൾ പത്രത്തിലൊക്കെ കാണും, ക്ലാസിഫൈഡ്സിലൊക്കെ നോക്കിയാൽ 27 അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മിലിറ്ററിയിൽ ഒഴിവ്, ഇത്തരത്തിലുള്ള സർക്കാരിയായിട്ടോ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ്റലായിട്ടോ ഉള്ള പരസ്യങ്ങൾ ഓരോ തസ്തികയിലേക്ക് ടൈപ്പിസ്റ്റിന് ആവശ്യമുണ്ട്, ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട്, ഇത്തരത്തിലുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ജോബ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ആ ഒരു അപേക്ഷാ ലെറ്റർ, റിക്വസ്റ്റ് ലെറ്ററാണ്, ഇതാണ് ദർഖാസ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ജോലിയിൽ കയറാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഇന്നാലിനെയും ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, ഇന്നാലിനെയും ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷ, എന്നെ ഇതിൽ ചേർക്കാമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷ, അതാണ് ദർഖാസ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ രൂപമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ
ദഫ്തരി ഖത്ത്, അഖ്ബാരി ഖത്ത്. ഈ എന്ത് അഖ്ബാരി ഖത്ത് എന്നാൽ പത്രത്തിലുള്ള പത്രക്കുറിപ്പുകൾ ഉണ്ടാവുമല്ലോ പത്രത്തിൽ, അതാണ് എന്ത്, അതിൻ്റെ ഒരു രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കിയാൽ മതി. പത്രത്തിലേക്കുള്ള കത്ത് ഇങ്ങനെയൊക്കെ ഒരു ആവശ്യകതയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരിത്. പിന്നെ നിങ്ങൾ സുപ്രഭാതത്തിലൊക്കെ സാധാരണ കാണാനാവും പത്രത്തിലുണ്ടാവുന്ന ഓരോ കത്ത് രൂപത്തിൽ വരുന്നത്. പിന്നെ ദഫ്തരി ഖത്തിൻ്റെ इन निजी कारोबारी अखबारी शिकायती ख़तों और दरख्वास्त के अलावा एक अलग किस्म है जो तकरीबन हर लिहाज से तमाम किस्म के ख़तों से मुख्तलिफ है. ഈ പറയപ്പെട്ട നമ്മൾ ഇതുവരെ വിശദീകരിച്ച എല്ലാവിധ കത്തുകളിൽ നിന്നും വ്യതിരിക്തമായ ഒരു കത്താണ്, കത്തിൻ്റെ ശൈലിയാണ് ദഫ്തരി ഖത്ത്, ഒഫീഷ്യൽ लेटर्स എന്ന് പറഞ്ഞാൽ. ये ख़त एक सरकारी महकमे या किसी फ़र्द की तरफ से किसी फ़र्द या दूसरे सरकारी महकमे को लिखे जाते हैं. ഒരു വ്യക്തി സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനം മറ്റൊരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഇടപെടലിന് ഉപയോഗിക്കുന്ന ഒരു കത്താണ്, കത്തിൻ്റെ ശൈലിയാണ് ദഫ്തരി ഖത്ത്. या किसी महकमे की तरफ से किसी शिकायत या दरख्वास्त का जवाब देने के लिए लिखे जाते हैं. അല്ലെങ്കിൽ വല്ല കോടതിയും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനും വല്ല പരാതി വന്നു അതിനുള്ള പരാതിക്ക് മറുപടി ഉത്തരം എഴുത്ത് ഇങ്ങനെ കത്ത് രൂപത്തിലാണ് എഴുതുന്നതെങ്കിൽ പ്രത്യേക ഒരു ഫോർമാറ്റ് ഉണ്ട്. അങ്ങനെ ഈ സർക്കാരി ഖത്തോ കിതാബത്ത് ഹെ, ഇങ്ങനെ എഴുതുന്നതാണ് സർക്കാരി ഖത്തോ കിതാബത്ത്, സർക്കാർ ഗവൺമെൻറ്റിലായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഖത്തോ കിതാബത്ത് ലെറ്റർ എന്ന് പറഞ്ഞാൽ. യഹാ സർക്കാരി ഖത്ത് കാ ഏക് നമൂന ദിയാ ഗയാ ഹെ. ദഫ്തരി ഖത്ത് സർക്കാരി ഖത്ത് എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഒഫീഷ്യലായിട്ടുള്ള ലെറ്റേഴ്സ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇവിടെ ഇങ്ങനെ സബ്ജക്റ്റ് എന്ന് എഴുതണം, ഇവിടെ തീയതി എന്ന് എഴുതണം, പിന്നെ എന്താണ് ഇതിൻ്റെ ഫയൽ നമ്പർ, മറ്റേത് മറിച്ച് അങ്ങനെ പല ഫോമുകളും അതിനുണ്ട്. അതേ ശൈലിയിൽ തന്നെ ആയിരിക്കണം എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഒഫീഷ്യൽ ലെറ്റേഴ്സ്. നീം സർക്കാരി ഖത്ത്, അർദ്ധ സർക്കാരി ഖത്തുകൾ, സർക്കാരി കത്തുകൾ. हमने ऊपर सरकारी ख़त का नमूना और उसके मरहले देखें. उन ख़तों के अलावा एक और किस्म का ख़त भी होता है जिसे नीम सरकारी कहते हैं. अर्ध सरकार അത്തരത്തിലുള്ള കത്തുകളും ഉണ്ട്. ഈ ഖത്ത് ആം തൗർ പർ ബറാബർ കെ ഓഫീസർ ഏക് ദൂസരെ കോ ലിഖ്തേ ഹൈ. ഒരേ തസ്തികയിലുള്ള ഓഫീസർ മറ്റൊരു അതേ തസ്തികയിലുള്ള ഓഫീസർക്ക് എഴുതുന്നതാണ് നീം സർക്കാരി ഖത്ത്. യാ ബഡാ ഓഫീസർ ഛോട്ടേക്കോ ലിഖ് സക്താ ഹെ. അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ താഴെ കീഴിലുള്ള ഉദ്യോഗസ്ഥന് എഴുതുന്ന ഒരു കത്തിനും നീം സർക്കാരി ഖത്ത് എന്ന് തന്നെയാണ് വിളിക്കുക. ഇതോടുകൂടെ ഈ പാഠം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് 29A ഓപ്ഷൻ എയിലെ ഒന്നാം പാഠമാണ് നമ്മൾ തീർന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളെല്ലാവരും റെഡി അല്ലേ? ഇനി നമ്മുടെ പാഠം സഹാഫത്ത് ഓർ റിപ്പോർട്ട്, ഒരു ജേർണലിസം. എന്താണ് ജേർണലിസം എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ കുറേ ഒരു കഥ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. ഇതിൽ ഈ രണ്ടാമത്തെ പേജ് ഇത് തെറ്റാണ് കേട്ടോ, ഗസലിൻ്റെ ഭാഗമാണ് ഈ രണ്ടാമത്തെ പേജിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ കാര്യങ്ങൾ പറയാം. ഗസലിൻ്റെ ആ PDF നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാണാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് ഗസൽ സഹാഫത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സഹാഫത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ജേർണലിസം എന്നതിന് ഏറ്റവും അത്യാവശ്യമായത് ആദ്യമായിട്ട് അടിസ്ഥാനികമായിട്ട് ആ ജേർണലിസ്റ്റിന് അതിയായ താല്പര്യം വേണം ഈ വിഷയത്തിൽ. അതുപോലെ മുസ്തഖൽ മിസാജ്, ഒരു സ്വതന്ത്ര നിലപാടുള്ള ഒരാളായിരിക്കണം, നല്ല ഒരു നിലപാടുള്ള ആളായിരിക്കണം. സ്വഹീഫ എന്നുള്ളത് അറബിക്ക ലഫ്സ് ഹെ, ഒരു അറബി പദമാണ് സ്വഹീഫ എന്നുള്ളത്. അത് കിതാബ് വറക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, പേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. अखबार निकालने का फ़न अखबार ख़बर की जमा यानी ख़बरों का मजमूआ सहाफ़ी को तारीख़ का गवाह कहा गया है. പിന്നെ ഈ സഹീഫ എന്നതിന് കിതാബ് എന്നതിലുപരി പത്രം എഴുതുക അല്ലെങ്കിൽ
വാർത്തകൾ എഴുതുക, അല്ലെങ്കിൽ വാർത്തകൾ എന്നതിൻ്റെ അഖ്ബാർ എന്നാൽ ഖബർ എന്നതിൻ്റെ എന്ന് ഇടക്കൊന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ പല തരത്തിലുള്ള വാർത്തകൾ, ഇന്നത്തെ വാർത്തകൾ നാളത്തെ ചരിത്രമായി തീരുന്നു. നാളത്തെ ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ് ഇന്നത്തെ പത്രങ്ങൾ എന്ന് പറയപ്പെടാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള പത്രങ്ങളും അല്ലെങ്കിൽ മാഗസിൻസ്, ജേർണലിസം എന്നുള്ളത് ഒരു വിശാലമായ മേഖലയാണ്. അതിൽ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാകാം, ഡെയിലികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വീക്ക്ലികൾ ഉണ്ടാവാം, ബയോ വീക്ക്ലി ഫോർട്ട്നൈറ്റ്ലി ഉണ്ടാവാം, അല്ലെങ്കിൽ മന്ത്ലി, അല്ലെങ്കിൽ ബയോ മന്ത്ലി, അല്ലെങ്കിൽ ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ സീസണൽ ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അതിനൊക്കെ ഉള്ളൊരു പേര് ഇവിടെ പറയുന്നുണ്ട്. റോസാന ഡെയിലി, സെഹറോസ 3 ദിവസം കൂടുമ്പോൾ പുറത്തിറങ്ങുന്നത്, ഹഫ്തവാർ വീക്കിലി ഉണ്ടാവാം, 15 റോസ ഫോർട്ട്നൈറ്റ്ലി 2 ആഴ്ച കൂടുമ്പോൾ, മാഹ്നാമ മാസാന്തം ഉണ്ടാവാം, മാസിക ഉണ്ടാവാം, സെഹ്മാഹി 3 മാസം കൂടുമ്പോൾ പുറത്തെടുക്കുന്നുണ്ടാകാം, ഷഷ്മാഹി 6 മാസം കൂടുമ്പോൾ പുറത്തിറക്കുന്നുണ്ടാവാം. അതുപോലെ സാലാന വാർഷികമായിട്ട് പുറത്തിറക്കുന്ന അത്തരത്തിലുള്ള ജേർണലിസത്തിൻ്റെ ഇതിൻ്റെ സഹാഫത്തിൻ്റെ വ്യത്യസ്ത ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരു പത്രമാണെങ്കിൽ റോസ്നാമ ഡെയിലി ആണെങ്കിൽ, ഒരു ദിനപത്രമാണെങ്കിൽ അതിലെന്തുണ്ടാകും? ഷഹർ അലാഖ മുൽക്കിയ ദുനിയ की ഖബർ സബ്സെ പെഹലെ അപ്നെ അഖ്ബാർ കെ ഖാരിൻ തക് പहुंचाएं. തൻ്റെ വായനക്കാർക്ക് തൻ്റെ നാടിനെക്കുറിച്ചും പ്രദേശത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും ദുനിയാവിനെക്കുറിച്ചുമുള്ള വാർത്തകൾ ഏറ്റവും ആദ്യം എത്തിക്കുന്നത് ഇതാണ്. ഇതിനുപരി മറ്റൊരു വാർത്തകളും മറ്റൊരു പത്രങ്ങളും അല്ലെങ്കിൽ ഈ ജേർണൽസുകളിൽ മറ്റൊന്നും ഹോട്ട് ന്യൂസുകൾ എത്തിക്കാൻ മാത്രം പര്യാപ്തമായ ഇതിനേക്കാൾ മറ്റൊന്നും വേറൊന്നുമില്ല. പിന്നെ ഇതിൽ തന്നെ ഈ പത്രങ്ങളിൽ ഖാസ് ഖിസ്ം കെ മസാമീൻ ഓർ ഖബറേൻ ഷായി കർത്തേ ഹെ, പ്രത്യേക വിഷയാധിഷ്ഠിതമായിട്ടുള്ള മസ്മൂനുകൾ, എസ്സേകൾ, ലേഖനങ്ങൾ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ അഖ്ബാർ മസ്ഹബി ഹോത്തേ ഹെ കുച്ച് ഖേൽ സെ മുതാലിഖ്, പിന്നെ മത സംബന്ധമായ വാർത്തകൾ അറിയിക്കാൻ അതുണ്ടാകാം. അതുപോലെ കളിയുമായി സ്പോർട്സ് പേജുകൾ ഉണ്ടാകാം, സയൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിദ്യാപ്രഭാതം പോലത്തെ ഒക്കെ ഉണ്ടാകാം. പിന്നെ ഒരു ദിനപത്രത്തിൻ്റെ പ്രവർത്തകനാണ് എങ്കിൽ, അതിൻ്റെ ഒരു ജേർണലിസ്റ്റാണ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജുബാൻ കോ ആല മെയ്യാർ പർ ഷായി കർ സക്കെ, അതിനുള്ള ഏറ്റവും അക്കാഡമിക് ലാംഗ്വേജിൽ എഴുതുവാനുള്ള, പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സമയം ഒരു ദിനപത്രക്കാരൻ്റെ അടുത്ത് ഉണ്ടാവുകയില്ല. സെഹറോസ और हफ्तावार अखबार नवीसियों के पास खबरों को बेहतर अंदाज में शाये करने का वक्त होता है. എന്നാൽ ഒരു 3 ദിവസം കൂടുമ്പോൾ പുറത്തിറങ്ങുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വീക്കിലി ആണെങ്കിലോ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന മാസിക, മറ്റുള്ള അത്തരത്തിലുള്ള പുസ്തകങ്ങളിലൊക്കെ വരുന്ന, മാഗസിനുകളിലൊക്കെ വരുന്ന വാർത്തകൾക്ക്, അതിലുള്ള ആ കുറിപ്പുകൾക്ക് ഒന്നുകൂടെ ഉഷാറായിട്ടുള്ള അക്കാഡമിക് ലാംഗ്വേജ് ആയിരിക്കും അതിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. 15 रोज़ा और माहनामे इल्मो आगाही के किसी एक मौजू पर निकाले जाते हैं. ഈ ഫോർട്ട്നൈറ്റ്ലി അല്ലെങ്കിൽ മാസികകളൊക്കെ, മന്ത്ലിയൊക്കെ എന്തെങ്കിലും ഒരു വിഷയാധിഷ്ഠിതമായിട്ട് പ്രത്യേക ഒരു കവർ സ്റ്റോറി അതിലുണ്ടാവാറുണ്ട് എന്ന് ചുരുക്കം. മസലൻ അത് എന്തായിരിക്കാം? സിയാസി, അദബ്, സാഹിത്യമായിരിക്കാം, പൊളിറ്റിക്സ് ആയിരിക്കാം, സയൻസ് ആയിരിക്കാം, എന്തുമാവാം. सहमाही और शशमाही रसाइल आमतौर पर अदबी या किसी मौजू पर തഹ്ഖീഖി മവാദ് പേഷ് करते हैं. ജേർണൽസുകൾ എന്നറിയപ്പെടുന്ന 6 മാസം കൂടുമ്പോൾ പുറത്തിറങ്ങുന്നതോ 3 മാസം കൂടുമ്പോൾ പുറത്തിറങ്ങുന്നതോ അതൊക്കെ അധികവും സാഹിത്യത്തിൻ്റെ അത്യുന്നതിയിലെത്തിയതായിരിക്കും. ഒരു സാഹിത്യമായിട്ടുള്ള പുസ്തകങ്ങളായിട്ടായിരിക്കും അതൊക്കെ ഇറങ്ങുന്നത്. അത് മലയാളത്തിൽ അത് കുറവാണെങ്കിലും ഉറുദുവിലൊക്കെ അത് ധാരാളമായിട്ടുണ്ട്. പിന്നെ
അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിൻ്റെ നിരൂപണങ്ങളായിരിക്കാം, മറ്റു പുസ്തകങ്ങളുടെയോ എഴുത്തുകളുടെ നിരൂപണങ്ങളായിരിക്കാം, അങ്ങനത്തെയുള്ള സംഗതികളൊക്കെ ഇതിലുണ്ടാവാം. സാലാന ഇഷാഅത്ത് വാലെ മാഗസിൻ ആംതौर पर താലീമി ഇദാറോं की तरफ से निकलते हैं. സാധാരണഗതിയിൽ ഒരു അന്നലായിട്ട് വാർഷികമായിട്ട് പുറത്തിറങ്ങാറുള്ള അൽ മുനീർ, അത് ആരുടേതാണ്? പട്ടിക്കാട് ജാമിയ നൂരിയൻ്റെ വാർഷികമായിട്ട് പുറത്തിറങ്ങുന്ന, അതൊരു മതസ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് പുറത്തിറങ്ങാറുള്ളത് എന്നാണ് അതിൻ്റെ ഒരു സവിശേഷത. ഇത്രയാണ് എന്തിൽ നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സഹാഫത്ത് റിപ്പോർട്ട് എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടെ ഇത് ഒറിജിനലി ഇതീത പേജ് തന്നെയാണ്. अच्छी सहाफ़त के लिए साफ़ सुथरा और गैर जानिबदार होना ज़रूरी है. ഒരു യഥാർത്ഥ ജേർണലിസ്റ്റ് ആവണമെങ്കിൽ, ഒരു യഥാർത്ഥ പത്രപ്രവർത്തകനാവണമെങ്കിൽ അദ്ദേഹം ശുദ്ധമായ കറ കളഞ്ഞ ഒരു പക്ഷപാതിത്വമില്ലാത്ത എഴുത്തുകാരനാവൽ നിർബന്ധമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വായനക്കാർക്ക് ഒരു യഥാർത്ഥ വാർത്ത എത്തിച്ചു കൊടുത്തു എന്നുള്ള അവർക്കുള്ളൊരു സമാധാനം ലഭിക്കുന്നത് ഇത്തരത്തിലാവുമ്പോൾ മാത്രമാണ്. ദിയാനത്ദാർ സഹാഫത്ത് ख़ास तौर पर सियासी और समाजी पॉलिसी के अखबारों और रसाइल के लिए आसान नहीं है. ഒരു പൊളിറ്റിക്കൽ പത്രം അഥവാ ദേശാഭിമാനി എന്നുള്ളത് എക്കാലത്തും മാർക്സിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ പത്രമാണ്, ഇടതുപക്ഷത്തിൻ്റെ പത്രമാണ്. അത്തരത്തിലുള്ള ഒരു ജേർണലിസ്റ്റിന് ഒരിക്കലും ഒരു വിശ്വാസ്യത പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല, ഒരിക്കലും സാധിക്കില്ല. ഖബറോं को सही तौर पर पेश करना कुछ अफराद, गिरोह या हुकूमत की नागवारी को दावत दे सकता है. आज़ादी से पहले हुकूमत की नज़र अखबारों पर बहुत सख्त रहती थी. അപ്പോൾ ഈ ശരിയായ രീതിയിൽ ഓരോ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ചില ഗ്രൂപ്പുകൾക്കെതിരെയോ വ്യക്തികളുടെ പരാമർശമോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പരാമർശമോ അതിൽ വന്നേക്കാം. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പൊക്കെ പത്രങ്ങളോട് വളരെ കഠിനമായിട്ടുള്ള നോട്ടമായിരുന്നു അല്ലെങ്കിൽ പരിഗണനയായിരുന്നു പത്രത്തിന് ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്ന് ലഭിച്ചിരുന്നത്. കുച്ച് അഖ്ബാർ पर उनकी साफ गोई पर तंबीह की जाती थी, ज़मानत तलब कर ली जाती थी और फिर हुकूमत के ख़िलाफ़ लिखने पर ज़मानत ज़ब्त कर ली जाती थी. പിന്നെ എത്രമാത്രം എന്ന് വെച്ചാൽ പത്രങ്ങൾ ഗവൺമെൻറ്റിനെതിരെ കൃത്യമായ വാർത്തകൾ പുറത്തുവിട്ടു എന്നത് കാരണത്താൽ തന്നെ ഇത് ഗവൺമെൻറ്റിനെതിരെ പറയലാണ് എന്നതുകൊണ്ട് അവർക്ക് ആ പത്രങ്ങളെല്ലാം ജപ്തി ചെയ്ത വാർത്തകൾ ധാരാളമായിട്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചതാണ്. നിലവിൽ മോദി സർക്കാരും ഇത്തരത്തിലുള്ള പല മാഗസിനുകളും അടച്ചു പൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. ആസാദി മിൽനെ കെ ബാദ് അബ് ഹിന്ദുസ്ഥാൻ മേ പ്രസ് യ അഖ്ബാറോं पर वो पाबंदी नहीं. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ആ ഒരു പ്രോഹിബിഷൻസൊക്കെ ഇന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അഖ്ബാർ അബ് ഖുൽക്കർ ഹുക്കൂമത്ത് കെ കാമോं पर തൻഖീദ് കർ സക്തേ ഹൈ. ഇന്ന് പത്രത്തിലൂടെ ഈ ഗവൺമെൻറ്റിനെതിരെ തുറന്ന് അതിനെ വ്യക്തമായിട്ട് നിരൂപണം നടത്താൻ സാധ്യമാണ്. ലേക്കിൻ ഇസ് ആസാദി കി ഭി എക് ഹദ് ഹൈ. എന്നിരുന്നാലും ആ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധിയുണ്ട് എന്ന്. ऐसी खबर जिसमें सच्चाई कम हो या बढ़ा चढ़ाकर लिखी गई हो, जिससे किसी फ़र्द की तौहीन होती हो, वो अखबार या सहाफ़ी के लिए मुसीबत खड़ी कर सकती है. ഒരു വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ അതിനെ താഴ്ത്തിക്കെട്ടും വിധം വല്ല വാർത്തയെയും എക്സാജറേഷൻ നടത്തിക്കൊണ്ട് അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കൊടുക്കുന്ന വാർത്തകളെല്ലാം ആ വാർത്ത കൊടുത്ത ചാനലിനോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ ദോഷകരമായി ഭവിച്ചേക്കാം. प्रेस काउंसिल ऑफ इंडिया एक नियम सरकारी इदारा है जो अखबारों पर नज़र भी रखता है. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. അത്
പത്രങ്ങളുടെ മേൽ കൃത്യമായ നോട്ടമിടുന്നുണ്ട്. और नामुनासिब तरीक़े से कोई सहाफ़ी या अखबार मुसीबत में पड़ जाता है तो उसकी മദത് भी करता है. ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ സഹായത്തിന് ഈ ഒരു സ്ഥാപനവുമുണ്ട്. अकबर इलाहाबादी का कौल है, गर तो मुकाबला हो तो अखबार निकालो. നിങ്ങളെ എതിരിടുന്നത് തോക്കുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടത് വാർത്തകൾ ഇറക്കണം. അഖ്ബാർ റായെ ആം പർ അസർ അന്താസ് ഹോത്താ ഹെ. പത്രവാർത്തകൾ പൊതുജനങ്ങളുടെ താല്പര്യത്തോട് പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇസ്ലിയെ ഉസ്കി ബഹുത് അഹമിയത് ഹെ. അതുകൊണ്ട് തന്നെ അതിന് വല്ലാത്ത സ്വാധീനം തന്നെയുണ്ട്. हुकूमत प्रेस के महकमे के ज़रिए अखबारात में जो कुछ छपता है उस पर नज़र रखती है और कहती है तुझको खलक का खुदा गायबाना किया, जो जान कर अपने फ़ैसला पर नज़र ثانی करती है. अखबारात की राय आमा की तौक़त के पेश नज़र सियासी जमातें, सियासी अफराद या समाजी ഗ്രൂഹ് अखबार निकालते हैं. അപ്പോൾ പൊതുജന താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഈ പത്രങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നതിനാൽ തന്നെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളോ ഇത്തരത്തിലുള്ള പത്രങ്ങൾ ഇറക്കാൻ മുന്നിട്ട് വരുന്നുണ്ട്. ഇതുകൊണ്ടാണ് താക്കെ റായെ ആംകോ അപ്നെ ഹക്മെ ഹംവാർ ഓർ മുതാസിർ കർ സക്കെ. തനിക്ക് അനുകൂലമായിട്ട് പൊതുജന താല്പര്യം ഉണ്ടാക്കിയെടുക്കാനാണ് ഇത്തരത്തിലുള്ള പത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർ മുന്നോട്ട് വരുന്നത്. സഹാഫത്ത് ഏക് ബാഇസ്സത്ത് മുഫീദ് ഓർ ത്വാഖത്വർ പേശാ ഹെ. വളരെ ഒരു അഭിമാനകരമായ ഒരു ജോലിയാണ് ജേർണലിസം എന്നുള്ളത്. സെഹത് മന്ദ് ദിയാനത്ദാർ സഹാഫത്ത് മുൽക്കെ ഓർ മുൽക്കെ ലോഗോं के लिए तरक्की का बेहतरीन जरिया है. ഒരു സത്യസന്ധനായ ജേർണലിസ്റ്റ് ആ ഒരു പ്രവൃത്തി എന്നുള്ളത് ജനങ്ങളെ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കാൻ അതിലൂടെ സാധിക്കും. लेकिन हुकूमत की तरफ से, प्रेस काउंसिल की तरफ से और आवाम की तरफ से सेहतमंद सहाफ़त की ഹിമ്മത്ത് അഫ്സായി ഹോനി ചാഹിയെ. പക്ഷേ എന്നിരുന്നാലും അത് സർക്കാർ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ പ്രസ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സത്യസന്ധരായ ജേർണലിസ്റ്റുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടത് കൂടിയുണ്ട്. ताकि ये अच्छा हथियार ज़हन और हर किस्म की तरक्की में मददगार रहते हैं. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രോത്സാഹനങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ പൊതുജനങ്ങളെയും അവർക്കുള്ള ഒരു ഏറ്റവും നല്ലൊരു ഹഥിയാർ, അതൊരു ആയുധമാണ്. ബുദ്ധിയുടെ വളർച്ചയ്ക്കുള്ള വലിയൊരു ഒരു ടൂള് കൂടെയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. സഹാഫത്ത് ഏക് ബാകായിദ ഫൻ ഹെ. ജേർണലിസം എന്നുള്ളത് വളരെയധികം കായികകൾ അടങ്ങിയ ഒരു നിയമാനുസൃതമായ ഒരു റെഗുലറായിട്ടുള്ള ഒരു കല കൂടെയാണ്. നല്ല പലതരം നിയമങ്ങൾ അടങ്ങിയ ഒരു കല കൂടെയാണ്. ഉസ്കെ സുമ്രമേ മുന്ദർജ സേൽ ചീസേ ആത്തി ഹെ. അതിന് കീഴിൽ താഴെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇദാരിയ ഒരു എഡിറ്റോറിയൽ, പിന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം, ഖബറേൻ വാർത്തകൾ തയ്യാറാക്കണം, ഇസ്തിഹാർ की തയ്യാറി, പരസ്യങ്ങൾ തയ്യാറാക്കണം, സുർഖി ലഗാന ഹെഡിങ് കൊടുക്കണം, തബ്സിറ നവേസി വീക്ഷണങ്ങൾ എഴുതണം, പിന്നെ ഇൻ്റർവ്യൂകൾ ചെയ്യണം, ഫീച്ചറുകൾ എഴുതണം. ഇതെല്ലാം അടങ്ങിയ ഒന്നാണ് ഒരു ബാക്കായിദ, ഒരു വളരെ നിയമാനുസൃതമായിട്ടുള്ള ഒരു കലയാണ് എന്ത് പറഞ്ഞാൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അതോടുകൂടെ ഈ പാഠം ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് ഇവിടെ ഇഖ്തിതാമി സവാലാത്തൊക്കെ ഉണ്ട്. ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ഇഖ്തിതാമി സവാലാത്ത് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ട് തയ്യാറാക്കൽ എങ്ങനെയാണ്? കിസി വാക്കയെ അല്ലെങ്കിൽ വല്ല സംഭവങ്ങളോ അല്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ വല്ല സമ്മേളനങ്ങളോ അതിൽ മാറൂസി ഓർ മുക്കമ്മൽ ബയാൻ കോ റിപ്പോർട്ട് കർത്തേ ഹെ. അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ച് അതിനെ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്.
उसमें तमहीदी तौर पर हकाई का पस मंजर അതിൻ്റെ ആമുഖമെന്നോണം അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, അതിൻ്റെ ഒരു പസേ മൻസർ, അതിൻ്റെ ഒരു പശ്ചാത്തലവും, മക്കാം എവിടെയാണ് നടന്നത് എന്നുള്ളതും, പിന്നെ താരീഖ് അതിൻ്റെ ഡേറ്റും, തെയ്യാരി അതിൻ്റെ തയ്യാറെടുപ്പുകൾ, ഒരു സമ്മേളനമാണ് എങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുകൾ അതിനെക്കുറിച്ചും, ഇഹ്തിമാമ് അതിൻ്റെ പ്രാധാന്യം, മക്കാസിദ് അതിൻ്റെ ഉദ്ദേശങ്ങൾ, മക്കാസിദ് അവാം കി ദിൽചസ്പി പൊതുജനങ്ങളുടെ ഈ വിഷയത്തിലുള്ള താല്പര്യം, ഓർ ഷുമൂലിയത്ത് അവരുടെ ഇൻക്ലൂസീവ്നെസ് എത്രമാത്രം പൊതുജനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ബയാൻ കർണേക്കെ ബാദ് ഇതെല്ലാം വിശദീകരിച്ച ശേഷം അസ്ൽ മൗസു പേഷ് കിയാ ജാതാ ഹെ, ഇതെല്ലാം വിശദീകരിച്ച ശേഷം ഇതിൻ്റെ അസ്ൽ മൗസു യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. ജിസ്മെ ഷരീക്ക് ലോഗ് ഓർ മുതാലിക അഫ്രാദ് കാ സിക്ർ ഹോത്താ ഹെ, ഇതിൽ പങ്കെടുക്കുന്ന ആളുകളും പ്രധാനികളായ ആളുകളും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളുടെ പേരും കൊടുക്കുന്നു. ആഖിർ में तकरीब या वाक़या के नताइज और असरात का जिक्र किया जाता है. അപ്പോൾ ഒരു ജമിയത്തുൽ മുഅല്ലിമീൻ സമ്മേളനം നടന്നാൽ അതിനെന്ത് ചെയ്യും, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണെങ്കിൽ അവസാനം ഇതിൻ്റെ നതീജകൾ, റിസൾട്ടുകൾ എന്തായി, ഇങ്ങനൊരു സമ്മേളനം നടന്നുകൊണ്ട് എന്ത് കിട്ടി, സമുദായത്തിന് എന്ത് കിട്ടി, അല്ലെങ്കിൽ അതിലൂടെ സമുദായത്തിന് എന്തൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പറയപ്പെടും. इस तरह रिपोर्ट में 3 पहलू शामिल होते हैं. ഇത്തരത്തിൽ ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ റിപ്പോർട്ടിൽ ഒരു 3 ഭാഗങ്ങൾ, 3 പെഹലു, 3 വശങ്ങൾ നമുക്ക് ഉള്ളതായിട്ട് കണ്ടെത്താൻ സാധിക്കും. എന്തൊക്കെയാണ്? പസേ മൻസർ, ഒന്നാമതായിട്ട് ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം, അസിൽ വാക്കയ യഥാർത്ഥത്തിൽ എന്താ സംഭവം നടന്നത് എന്നുള്ളതും, അസറാത്ത് അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് എന്തൊക്കെ നടന്നു, അതിൻ്റെ പരിണിത ഫലങ്ങളായിട്ട് എന്തൊക്കെ നടന്നു എന്നുള്ളതും ഉണ്ടാകും. റിപ്പോർട്ട് മുഖ്തസർ ബി ഹോ സക്തി ഹെ ഓർ തൊവീൽ ബി, ഒരു മുഖ്തസറായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാകും, പിന്നെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകും. ഉസ്കാ ഇൻഹിസാർ വാക്കയ യാ തഖരീബ് കി അഹമിയത്ത് ജറൂർ पर है, അഹമിയത്ത് और ज़रूरत पर है. അതിൻ്റെ ചുരുക്കം ആ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ആ സഭയുടെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യകതയും അനുസരിച്ചാണ്. किसी तकरीब, सेमिनार, सिम्पोजियम की रिपोर्ट लिखी जा सकती है. ഒരു സമ്മേളനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സെമിനാറിൻ്റെയോ അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം. स्कूल की तकरीबात जैसे 15 अगस्त की तकरीबात, स्कूल की सालाना तकरीबात की റിപ്പോർട്ട് भी लिखी जा सकती है. ഇത്തരത്തിലുള്ള ഇങ്ങനെയും സ്കൂളിലെ ഓഗസ്റ്റ് 15-ൻ്റെ സംഭവങ്ങൾ, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ റിപ്പോർട്ടിൻ്റെ പല അവസ്ഥകളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കാം. रिपोर्ट की ज़ुबान और इस्लाहात रिपोर्ट के मौजू के एतबार से इस्तेमाल होते हैं. റിപ്പോർട്ടിൻ്റെ ഭാഷയും അതുപോലെ അതിലെ ടേംസും റിപ്പോർട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണോ അത്തരത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അഥവാ റിപ്പോർട്ട് എന്നുള്ള പല വിധത്തിലുള്ള റിപ്പോർട്ട്, പല സന്ദർഭങ്ങളിലും റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട്. അത് ആ ഏത് സംഭവത്തിന് എന്ത് സംഗതിക്ക് അധിഷ്ഠിതമായിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതിനോട് ചേർത്തിയിട്ടാണ് റിപ്പോർട്ട് എന്ന് പറയാറുള്ളത്. അതൊന്ന് നോക്കൂ. വാക്കയാത്തി യാ ഹാദിസാത്തി റിപ്പോർട്ട്, എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടായി അതിൻ്റെ റിപ്പോർട്ട്, തഹ്ഖീഖാത്തി റിപ്പോർട്ട്, അനാലിറ്റിക്കൽ റിപ്പോർട്ട്, തജ്സിയാത്തി റിപ്പോർട്ട്, താസുറാത്തി റിപ്പോർട്ട്, അഫ്വാഹി റിപ്പോർട്ട്. അഫ്വാഹി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വായിൽ നിന്ന് കേട്ടത്, അവർ പറയുന്നത് എന്താണ്, ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ്, അത് സ്വീകരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇങ്ങനെ പലതരത്തിലുള്ള പേരുകൾ ഇതിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് പറയാവുന്നതാണ്. ഇൻ സബ് മേ സെ ആസാൻ ഓർ ആം വാക്കയാത്തി റിപ്പോർട്ട് ഹെ, ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ആം വാക്കയാത്തി റിപ്പോർട്ട് ഹെ. വാക്കയാത്തി റിപ്പോർട്ട്, ഒരു ആക്സിഡൻറ്റ് എന്തായി, ഒരു കാർ ഇങ്ങനെ പോണ സമയത്ത് എതിർ സൈഡിൽ നിന്ന് ഒരു ബൈക്ക് പോക്കറ്റ് റോഡിലൂടെ കയറി വരുന്ന സമയത്ത് എന്തായി, കാറ് ആ ബൈക്കിനെ തള്ളി മറിച്ചിട്ടു എന്നുള്ള അത്തരത്തിലുള്ള റിപ്പോർട്ട്, അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. ഉസ്മേ ദേഖ് കർ സുൻകർ ഓർ കബി കബി സവാലാത്ത് കർക്കെ മവാദ് ഹാസിൽ കിയാ ജാതാ ഹെ. അത് ഈ സംഗതി രംഗം കണ്ടിട്ടോ അല്ലെങ്കിൽ സംഗതികൾ കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദ്യം ചോദിച്ചിട്ടോ അങ്ങനെയൊക്കെ ഇതിൻ്റെ റിപ്പോർട്ടിന് വേണ്ട റിസോഴ്സസ് നമുക്ക് നേടിയെടുക്കാനാകുന്നതാണ്. അങ്ങനെ റിപ്പോർട്ടിൻ്റെ പല നമൂനകളും മോഡൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾക്കുള്ള മോഡലുകൾ ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം.